ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം അതിൻ്റെ തുടക്കം ഒരു സ്ഥലം പരിശോധിക്കുമ്പോൾ ആദ്യം അവിടെ എങ്ങനെയുള്ള ഒരു വീടാണ് പണിയേണ്ടത് എന്നുള്ള ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. അപ്പോൾ ഇത് ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണ രീതി രണ്ടാമത് ഡിസൈനിലോട്ട് വരണം. രണ്ട് പാർട്ടായിട്ടാണല്ലോ വരുന്നത്, ആദ്യം ഡിസൈനിങ് പിന്നെ കൺസ്ട്രക്ഷൻ. ഇപ്പം ഞാൻ എപ്പോഴും ചെയ്തിരിക്കുന്ന ഓരോ വീടുകൾ പരിശോധിച്ചാലും പൂർണ്ണമായിട്ട് വാസ്തുവിദ്യയ്ക്ക് അനുസരിച്ച് അതിൻ്റെ നിർമ്മാണം കൂടി ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കി അതിൽ വീട് പണിത് കഴിഞ്ഞിട്ട് താമസിച്ച് കഴിയുമ്പോൾ ആ വീട്ടുടമസ്ഥന് ആ ഗൃഹത്തിൽ എന്ത് സമാധാനവും ഐശ്വര്യവും സാമ്പത്തികവും സമ്പത്തും നമുക്കതിനകത്ത് വരുന്നു എന്നുള്ള വിലയിരുത്തുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്.